സോളാർ കേസിൽ തൃശൂർ വിജിലൻസ് കോടതിയുടെ പരാമർശം വീണ്ടും. സരിതയുടെ മൊഴികളിൽ കള്ളമുണ്ടെങ്കിൽ സർക്കാർ എന്തുകൊണ്ട് നടപടിയെടുത്തില്ലെന്ന് വിജിലൻസ് ജഡ്ജി ചോദിച്ചു. ഉമ്മൻചാണ്ടിക്കെതിരെ സരിത, ഇ.പി. ജയരാജൻ, പി.ഡി. ജോസഫ് എന്നിവർ ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്ന ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു കോടതിയുടെ പരാമർശം. സോളാർ വിവാദവുമായി ബന്ധപ്പെട്ട് സരിതയുടെ മൊഴികൾ കളവാണെന്ന സ്വകാര്യ ന്യായം പരിഗണിക്കുമ്പോഴായിരുന്നു കോടതിയുടെ പരാമർശം. 2 വർഷമായിട്ടും സരിത ആരോപണങ്ങൾ തുടരുകയാണ്. ഇത്രകാലമായിട്ടും സർക്കാർ എന്തുകൊണ്ട് നടപടിയെടുത്തില്ല? ആരോപണങ്ങൾ കളവെങ്കിൽ സരിത സമൂഹത്തെ വിഡ്ഢിവേഷം കെട്ടിക്കുകയല്ലേ എന്നും കോടതി ചോദിച്ചു. പെണ്ണൊരുമ്പെട്ടാൽ ബ്രഹ്മാവിന് പോലും തടുക്കാനാകില്ലെന്നാണ് ചൊല്ല്. എന്നാൽ ശിവനും വിഷ്ണുവിനും ഇത് ബാധകമല്ലല്ലോ എന്നും കോടതി പറഞ്ഞു. നിയമത്തിന് അകത്തുനിന്നാണ് പോരാടേണ്ടത്. പുറത്തുപോയി യുദ്ധം ചെയ്താൽ നിയമം ഭയപ്പെടില്ലെന്നും കോടതി വ്യക്തമാക്കി. മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകാൻ ഇ.പി. ജയരാജൻ എം.എൽ.എ 10 കോടി രൂപ വാഗ്ദാനം ചെയ്തുവെന്ന് ചില മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ സരിത വെളിപ്പെടുത്തിയിരുന്നു. ഈ ഗൂഢാലോചനയുടെ തുടർച്ചയായാണ് സരിതയുടെ സോളാർ കമ്മീഷനിലെ മൊഴിയെന്നാണ് പരാതി. തൃശൂർ വിജിലൻസ് കോടതിയിൽ മുഖ്യമന്ത്രിക്കും ആര്യാടൻ മുഹമ്മദിനുമെതിരെ നൽകിയ കേസിന് പിന്നിലും ഈ ഗൂഢാലോചനയുണ്ടെന്നും പരാതിയിൽ പറയുന്നു. പൊതുപ്രവർത്തകൻ പി.ഡി. ജോസഫ്, സരിത എസ്. നായർ, ഇ.പി. ജയരാജൻ എന്നിവരെ പ്രതികളാക്കി കേസെടുക്കണമെന്നാണ് പരാതിയിലെ ആവശ്യം. ലോയേഴ്സ് കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് കെ.എസ്. ശ്യാംകുമാർ നൽകിയ പരാതി ഫയൽ സ്വീകരിച്ച കോടതി അന്യായക്കാരന്റെ വാദം കേൾക്കാൻ ഈ മാസം 8 മാറ്റി. റിപ്പോർട്ടർ, തൃശൂർ.